എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ പൂജാ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, അപ്പം നമുക്ക് കണ്ടിന്യൂസ് ഒരു 2-3 ദിവസം അവധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ രാവിലെ കല്ലടയ്ക്ക് പോകാനാണ് കേട്ടോ. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അപ്പാപ്പനോട് അമ്മമ്മയുടെ ഒക്കെ ടാറ്റ ബൈ 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 ഒക്കെ പറഞ്ഞു ഞങ്ങൾ രാവിലെ കല്ലടയ്ക്ക് പോവാണ്. അപ്പം പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇങ്ങനെ 2 ദിവസം ഹോളിഡേയ്സൊക്കെ കിട്ടുമ്പോഴാണ് പിന്നെ ഞങ്ങൾ നേരെ കല്ലടയ്ക്ക് പോകും. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ആദ്യം ഞങ്ങൾ പോയത് കുണ്ട്ര VKയിലാണ്. എനിക്കൊരു ഫ്രൈ പാൻ വാങ്ങണമായിരുന്നു. അങ്ങനെ 2 പേര് ഞങ്ങൾ ഫ്രൈ പാൻ വാങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കായിട്ട് തന്നെ ഒരു നല്ല ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇതവിടെ സെയിലിന് വെച്ചിരിക്കുന്നതെന്നല്ല, ഞങ്ങൾ ചോദിച്ചു സെയിലാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതാവുമ്പോൾ ഇവന്മാർ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മീനെ പിടിക്കത്തില്ലല്ലോ. സാധാരണ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇട്ട് മീനെയൊക്കെ ഞെരിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നതായി ഒരു ഫ്രൈ പാൻ വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് ഫ്രൈ പാനൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്യൂച്ചർ ആഡം അവിടെ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയൊരു ഫ്രൈ പാൻ വാങ്ങണം. ഹോക്കിൻസിൻ്റെയാണ് വാങ്ങിച്ചത്. ഫ്രൈ പാനൊക്കെ വാങ്ങി തിരിച്ചു നോക്കുമ്പോൾ ഇതാ 2 എണ്ണത്തിനെ കാണുന്നില്ല. എവിടെ പോയാലും ഇങ്ങനെ വിശാലമായിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ പിന്നെ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരിക്കും. എവിടെ ചെന്നാലും ആരുമായിട്ട് കമ്പനിയാവുന്ന ഒരാളാണ് കേട്ടോ ദേവ. പിന്നെ അവിടുത്തെ ചേച്ചിയോട് പല കാര്യങ്ങളും ചോദിക്കുകയെ പറയലായി. പിന്നെ ചേച്ചി പറഞ്ഞതാ ഇവിടെ വന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഫ്രൈ പാനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി. 2 പേരും ആകെ വിശന്ന് പോയി കേട്ടോ. കാരണം ഓടി തളർന്നു, അവിടെ എല്ലാം ഓടി തളർന്നത് കൊണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാണ് കയറിയത്. ആസ് യൂഷ്വൽ ബിരിയാണി തന്നെ വന്ന് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദ്രൂസ് ബിരിയാണി മേടിച്ചു. ഞങ്ങൾ പിന്നെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ചു. ഞങ്ങളുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനും ദേവിയും കൂടെ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് അതാ ഈ വിശപ്പിൻ്റെ വിളി വന്നത് കൊണ്ടാണ് ഈ ഒരു ആക്രാന്തത്തിലുള്ള കഴിപ്പും. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. ഫുഡ് എന്തോന്ന് വേണം ചോദിച്ചപ്പോൾ ആദ്യം ദേവ ചോദിച്ചത് അമ്മയ്ക്ക് എന്ത് വേണമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഫ്രൈഡ് റൈസാണ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്കെങ്കിൽ ഫ്രൈഡ് റൈസ് മതിയെന്ന്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ജ്യൂസ് കുടിച്ചാൽ വന്നേപ്പം അതും ഇതേപോലെ തന്നെയായിരുന്നു. ആദ്യം അയാൾ പൈനാപ്പിൾ പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് ഓറഞ്ച് മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അയാളും പറഞ്ഞു എനിക്ക് ഓറഞ്ച് മതിയെന്ന്. അപ്പം നമ്മൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ പോയത് സ്റ്റോളിലേക്കാണ്. ഇനി കുറച്ച് കുക്കറി വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോളിൽ കയറി. അപ്പം മീനിൻ്റെ വാട സഹിക്കാൻ പറ്റാത്ത ഒരാൾ ഇവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ മീനാണ് അവിടെ അയാൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് മീനാണെന്ന് നാളെ ഞാനൊരു ഷോർട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടാം, അപ്പോൾ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇറങ്ങി ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.